തെർമോഡൈനാമിക്സിൽ നീറ്റിനും അതിനു മുമ്പ് AIPMTക്കും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 gram of water of volume 1 centimeter cube at 100 degrees Celsius is converted into steam at the same temperature under normal atmospheric pressure. അത് തന്നിട്ടുണ്ട്. The volume of steam formed equals 1671 centimeter cube. അപ്പോൾ 1 centimeter cube 1671 centimeter cube ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ഇഫ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ 2256 ജൂൾ പെർ ഗ്രാം. 1 സെൻറ്റിമീറ്റർ ക്യൂബ് വെള്ളം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം വെള്ളമാണ്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഡെൽറ്റ W, അതായത് വർക്ക് ഡൺ പറഞ്ഞാൽ P ഡെൽറ്റ V ആണ്, പ്രഷർ 1 × 10⁵ ആണ്. ഈ ഡെൽറ്റ V ചേഞ്ച് ഇൻ വോളിയം പറഞ്ഞാൽ 1670 സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻⁻⁶. അപ്പോൾ 167 ജൂൾ എന്ന് കിട്ടും. ഇനി ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാണ്? 2256. അതിൽ വർക്ക് ഡൺ പറഞ്ഞാൽ 167 ജൂൾ. ബാക്കിയുള്ളതാണ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി, അതായത് 2089 ജൂൾ എന്ന് വരും. ഓക്കെ, ഇതാ കിടക്കുന്ന സാധനം, റൈറ്റ്? അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം. അതിൽ എ സാമ്പിൾ ഓഫ് 0.1 gram ഓഫ് വാട്ടർ അറ്റ് 100 degrees Celsius ആൻഡ് നോർമൽ പ്രഷർ requires 54 calorie of heat energy to convert it into steam at 100 degrees Celsius. If the volume of the steam produced is 167.1 cc centimeter cube, the change in internal energy of the sample. Okay, അപ്പോൾ അതിൽ P ഡെൽറ്റ V സെയിം ഇത് തന്നെ. വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ 17 ജൂൾ കിട്ടും. ഡെൽറ്റ Q പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, 54 കലോറിയെ ജൂളാക്കാൻ 4.1 കലോറി പറഞ്ഞാൽ 4.186 ജൂളാണ്. ഓക്കെ, അപ്പോൾ 226 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ Q മൈനസ് ഡെൽറ്റ W, ദാറ്റ് ഈസ് 209 ജൂൾ എന്ന് വരും. അതാണ് 208.7 എന്ന് അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതിൽ എ സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം സ്റ്റേറ്റ് A ടു സ്റ്റേറ്റ് C വയ 2 പാത്സ് ABC ആൻഡ് ADC. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ഇതാ ഇങ്ങനെ എടുത്തു ADC. ഓക്കെ, രണ്ടാമത് എന്താ? രണ്ടാമത് ഇങ്ങനെ എടുത്തു ABC, റൈറ്റ്? അതിൽ ഈ രണ്ട് കേസിലാണെങ്കിലും എയിൽ നിന്ന് സിയിലേക്കാണ് എടുക്കുന്നത്. അതിൽ ഈ ഇന്റേണൽ എനർജി പറഞ്ഞ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. ഏത് വഴിയിലൂടെ കൊണ്ടുപോയി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതുവഴി സിയിലേക്ക് എടുത്താലും ഇനി ഇതുവഴി സിയിലേക്ക് എടുത്താലും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ADC ഡെൽറ്റ Q നമ്മൾ കൊടുത്ത ഹീറ്റ് 50. ഓക്കെ, 50 ജൂൾ, റൈറ്റ്? ഡെൽറ്റ U ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അറിയില്ല, ഡെൽറ്റ W പറഞ്ഞാൽ 20. അപ്പോൾ ഡെൽറ്റ U പറഞ്ഞാൽ 30 ജൂളാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 30 ജൂൾ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാലും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 30 ജൂൾ ആവും. കാരണം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഈ രണ്ട് കേസിലും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആർ ദ സെയിം. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ABC എടുക്കുമ്പോൾ ഹീറ്റ് ആഡഡ് 36. ഓക്കെ, നമ്മളുടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 30 തന്നെ, നേരത്തെ ഉള്ളത് തന്നെ. വർക്ക് ഡൺ കാണണ്ടേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ജൂൾ വരും. ഓക്കെ, 6 ജൂൾ ഇതാ കിട്ടി. അടുത്തത്, an ideal gas follows a process described by the equation എന്താ PV² equal to constant. അതിൽ ഐഡിയൽ ഗ്യാസ് എപ്പോഴും എന്താ ഒബേസ് ദ ഇക്വേഷൻ PV equal to μRT. ആ PV equal to μRT കൂടാണ്ടെയാണ് എന്ത് ഈ ഇതും കൂടെ PV². അതിലിവിടെ നമുക്ക് നോക്കാം. അതിൽ ഇവിടെ PV/T equal to μR എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? TV equal to constant എന്ന് കിട്ടും. TV equal to constant, അതായത് T proportional to 1/V. ഓക്കെ, T proportional to 1/V. അപ്പോൾ V2 കൂടുതലാണെങ്കിൽ T2 കുറവാകും. നോക്കൂ, ഇവിടെ V2 greater than V1, T2 greater than T1. അങ്ങനെ വരണമെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണം. ഇവിടെ V2 greater than V1, T2 less than T1. ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്, റൈറ്റ്? ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ.
അതായത് ഇവിടെ P1 P1 ഗ്രേറ്റർ ദാൻ P2 ആണെങ്കിൽ അപ്പോൾ T1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ T2 അങ്ങനെയല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രഷർ ആൻഡ് വോളിയം ആണ്. പ്രഷർ ആൻഡ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ PV² ഈക്വൽ ടു കോൺസ്റ്റന്റാ. ഓക്കെ, അപ്പൊ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയാ വേണ്ടത്, മനസ്സിലായില്ലേ? ഇവിടെ P1 ഗ്രേറ്റർ ദാൻ P2, V1 ഗ്രേറ്റർ ദാൻ V2. പ്രഷർ ഈസ് മോർ, വോളിയം ഈസ് മോർ എന്നാണ്. സോ ദാറ്റ്സ് ഓൾസോ റോങ്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ കറക്റ്റ് ആയിട്ടുള്ളൂ, അത് ലാസ്റ്റ് ഓപ്ഷനാണ് ഡി. ഓക്കെ, അത് എവിടെ നിന്ന് കിട്ടി? അത് നമുക്ക് ദേ ഇവിടെ നിന്ന് കിട്ടി. നോക്കൂ, ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. അതായത് വോളിയം കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, റൈറ്റ്? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ an ideal gas undergoes 4 different processes from the same initial state as shown in figure. These processes are adiabatic, isothermal, isobaric and isochoric. Okay, the curve which represents the adiabatic process among 1, 2, 3, 4 അതെന്താ 2 ആണ്. ഓക്കെ, അതിൽ PV ഡയഗ്രത്തിൽ ഇത് നോക്കൂ, ഇതെന്താ ഐസോബാറിക് ആണ്, മനസ്സിലായില്ലേ? ഇതാണ് ഐസോതെർമൽ, മനസ്സിലായില്ല? അഡിയാബാറ്റിക് കുറച്ചുകൂടെ സ്റ്റീപ്പ് ആവും, അഡിയാബാറ്റിക് സ്റ്റീപ്പ് ആവും. ഓക്കെ, അതായത് അഡിയാബാറ്റിക് സ്റ്റീപ്പ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ഐസോതേർമൽ പറഞ്ഞാൽ ഐസോതേർമലിന്റെ സ്ലോപ്പാണ് ഇത് -P/V. സ്ലോപ്പ് ഓഫ് ദ അഡിയാബാറ്റിക് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -γ/P/V. അതായത് സ്ലോപ്പ് ഓഫ് ദ അഡിയാബാറ്റിക് കർവ് വിൽ ബി മോർ ദാൻ ദ സ്ലോപ്പ് ഓഫ് ദ ഐസോതേർമൽ കർവ്. അതായത് അഡിയാബാറ്റിക് കർവ് കുറച്ചുകൂടെ സ്റ്റീപ്പ് ആവും, മനസ്സിലാവും, കുറച്ചുകൂടെ കുത്തനെയാവും എന്നർത്ഥം, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റീപ്പാണ്, കുറച്ചുകൂടെ പെട്ടെന്ന് വരും എന്നർത്ഥം, റൈറ്റ്? In which of the following processes heat is neither absorbed nor released? എന്താ? അഡിയാബാറ്റിക് പ്രോസസ് ആണ്, ഹീറ്റ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ അത് അഡിയാബാറ്റിക്കാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ the volume V of a monoatomic gas varies with its temperature capital T as shown in the graph. The ratio work done by the gas to the heat absorbed by it when it undergoes a change from state A to state B. Okay, അതിൽ സ്റ്റേറ്റ് A to state B പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആവണം. കാരണം എന്താ? PV ഈക്വൽ ടു nRT. ഓക്കെ, അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ് അവിടെ കേട്ടോ. പിന്നെ അപ്പോൾ V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആവണമെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആവണം. അപ്പോൾ പ്രോസസ് ഐസോബാറിക്ക. ഈ ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റാണിത്. അതിൽ ഈ ആഡ് ചെയ്ത ഹീറ്റിൻ്റെ ഒരു പാർട്ട് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും, ബാക്കിയുള്ളത് എക്സ്റ്റേണൽ വർക്കിന് യൂസ് ചെയ്യും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൽ വാട്ട് ഫ്രാക്ഷൻ, കൊടുക്കുന്ന ഹീറ്റിൻ്റെ എത്ര ഭാഗം ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ അത് 1/γ. നോക്കൂ, നമ്മൾ കൊടുക്കുന്നതിൽ 1/γ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും. 1/3 ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചെങ്കിൽ ബാക്കി 2/3 ആണ് എക്സ്റ്റേണൽ വർക്കിന് യൂസ് ചെയ്യുക. ആ 2/3 എങ്ങനെ കിട്ടി? 1 - 1/3. അതുപോലെ 1/γ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചെങ്കിൽ എക്സ്റ്റേണൽ വർക്കിന് യൂസ് ചെയ്ത് 1 - 1/γ. ഓക്കെ, ഇവിടെ മോണോ അറ്റോമിക്ക. നമുക്ക് ഗാമ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഗാമ ഈക്വൽ ടു 1 + 2/F. F എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മോണോ അറ്റോമിക്കിന് F എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ 5/3 വരും. അപ്പോൾ ദ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് ആഡഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ 1 - 3/5 പറഞ്ഞാൽ 2/5 വരും. ഓക്കെ, അപ്പോൾ 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ബിലോ ഷോസ് 2 paths that may be taken by a gas to go from state A to state C. In process AB, 400 joule of heat is added to the system, and in process BC, 100 joule of heat is added to a system. The heat absorbed by the system in the process AC will be. ഈ ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് ഇങ്ങനെ എടുത്താലും ഇനി ഏന്ന് നേരിട്ട് ഇങ്ങനെ എടുത്താലും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സെയിം ആവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൽ A to B പറഞ്ഞാൽ ഇത് ഐസോകോറിക് പ്രോസസ്സാണ്, കോൺസ്റ്റൻറ്റ് വോളിയമാണ്, വർക്കില്ല, 400 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 100 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ മൊത്തം 500 അബ്സോർബ് ചെയ്തു ഹീറ്റ്. വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ പ്രോസസ്സിൽ വർക്ക് ഉണ്ട്, ഏത് BCയിൽ. ആ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കണം. ആ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇവിടെ പ്രഷർ എത്രയാ? 6 × 10⁻⁴. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 ആണ്, ഇവിടെ 2 × 10⁻³ ഓക്കെ,
അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പ്രഷർ 6 × 10⁻⁴, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ 4 - 2 × 10⁻3, അപ്പോൾ 120 ജൂൾ എന്ന് വരും അത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 500 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതിൽ 120 ജൂൾ വർക്ക് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ളത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ സി ഹീറ്റ് അബ്സോർബ്ഡ് ABC 500 ജൂൾ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പറഞ്ഞാൽ അബ്സോർബ് ചെയ്ത 500 മൈനസ് വർക്ക് 120, 380 വരും, 380 ജൂൾ. അപ്പോൾ ഏന്ന് സിയിലേക്ക് പോയാൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 380 ആണ്. അത് ഇങ്ങനെ ABC പോയാലും ശരി, നേരിട്ട് ഏന്ന് സിയിലേക്ക് പോയാലും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അത് തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ പ്രോസസ്സ് നോക്കൂ. പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ്. ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഇൻറ്റു പാരലൽ സൈഡ്സ് ഏതാ, ഇത് 2 × 10⁻⁴, പിന്നെന്താ ഇത് 6 × 10⁻⁴. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 2 + 6 × 10⁻⁴. ഓക്കെ, ആ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെത്രയാ, അത് 4 - 2 × 10⁻�3, 4 - 2 × 10⁻�3. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാ, ഇവിടെ 4 - 2 പറഞ്ഞാൽ 2 കട്ടാവും, 2 + 6 എത്രയാ 8, പിന്നെ ഇവിടെ ഒരു 10 വരും, 10⁻⁴ 10⁻�3, 80 ജൂൾ. ഡെൽറ്റ Q = ഡെൽറ്റ U + W ആണ്. അപ്പോൾ W പറഞ്ഞു കഴിഞ്ഞാൽ 80 ജൂൾ, ഡെൽറ്റ U പറഞ്ഞു കഴിഞ്ഞാൽ 380, അപ്പോൾ 460 ജൂൾ വരും. ഓക്കെ, 460 ജൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ. A monoatomic gas at pressure capital P having volume capital V expands isothermally to a volume 2V and then adiabatically to a volume 16V. Okay, the final pressure of the gas is, അതിൽ നമ്മൾ ഐസോതേർമലി ചെയ്യുന്ന സമയത്ത് PV = കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ P1 V1 = P2 V2, P1 V1. ഓക്കെ, പിന്നെന്താ, പിന്നെ നമുക്ക് ആദ്യത്തെ പ്രഷർ P ആണ്, വോളിയം V. ഓക്കെ, പിന്നെ വോളിയം 2V ആയി, പ്രഷർ P1 ആയി വിചാരിച്ചു. അപ്പോൾ ആ P1 = P/2 എന്ന് വരും. ഇനി അതിനെ നമ്മൾ അഡിയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പോൾ P1 V1 raised to gamma = P2 V2 raised to gamma. ഓക്കെ, V1 എന്ന് പറഞ്ഞാൽ 2V ആണ് കേട്ടോ, V1, റൈറ്റ്. അപ്പോൾ നമുക്ക് P2 = V1/V2 raised to gamma × P1 വരും. അതിൽ V1 പറഞ്ഞാൽ 2V, V2 പറഞ്ഞാൽ 16V. ഓക്കെ, raised to gamma പറഞ്ഞു കഴിഞ്ഞാൽ 5/3 വരും, 5/3. ആൻഡ് പ്രഷർ P1 will be that is equal to P/2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് P/2 വേണം, റൈറ്റ്? ഓക്കെ, P/2. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ P1 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, റൈറ്റ്? P1 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ P2/P1, റൈറ്റ്? ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു V1/V2 raised to gamma, that is equal to 1/32 വരും. ഓക്കെ, അപ്പൊ P2 പറഞ്ഞാൽ P1/32 ആണ്, P1 പറഞ്ഞാൽ P/2 ആണ്. അപ്പോൾ P/64 വരും, റൈറ്റ്? P/64 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. ഓക്കെ, now let's see what we have next. During an adiabatic process, the pressure of a gas is found to be proportional to the cube of its temperature. Okay, the ratio Cp/Cv for the gas is, അതിൽ T⁻⁴/P⁻⁻1 = constant. That is the equation of adiabatic process in terms of temperature and pressure. അപ്പോൾ അവിടുന്ന് പ്രഷർ നോക്കൂ, ഓഫ് എ ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ P പ്രപ്പോർഷണൽ ടു എന്താ വരിക, P പ്രപ്പോർഷണൽ ടു T⁻⁻⁴ (γ-1). ഇവിടെ തന്നിരിക്കുന്നത് P പ്രപ്പോർഷണൽ ടു T³ എന്നാണ്. അപ്പോൾ നോക്കൂ, (γ-1) = 3 എന്ന് വരും, റൈറ്റ്? അപ്പോൾ അവിടുന്ന് (γ3/2) വരും. ഓക്കെ, Cp/Cv 3/2 വരും. ഇതാണ് സംഭവം. A thermodynamic system is taken through a cycle ABCD as shown. Heat rejected by the gas during the cyclic process. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. അപ്പോൾ ΔQ = ΔU + ΔW, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിൽ ΔU 0 ആണ്. അപ്പോൾ ΔQ പറഞ്ഞാൽ ΔW ആണ്. PV ഡയഗ്രത്തിൻ്റെ ഏരിയയാണ് വർക്ക് ഡൺ.
ഓക്കെ, ഇവിടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഓക്കെ, അതെങ്ങനെയാ? അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാവുമ്പോൾ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. മനസ്സിലായില്ലേ? വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അത് എത്രയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, വി മുതൽ 3v വരെ, അപ്പോൾ 2v ആണ്. 2v. ഇവിടെ പി മുതൽ 2p വരെ, അപ്പോൾ ഇത് p ആണ്, ഇത് 2v ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ 2pv വരും. 2pv. അത് നോക്കൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായത് കാരണം -2pv ആണ്. -2pv. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു -2pv. അതാണ് ഡെൽറ്റ ക്യൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത്രയും ഹീറ്റ് റിലീസ് ചെയ്തു എന്നാ. എത്ര ഹീറ്റ് റിലീസ് ചെയ്തു? 2pv റിലീസ് ചെയ്തു പറഞ്ഞാൽ ദാറ്റ് ഈസ് ബീങ് ഷോൺ ബൈ ദിസ് നെഗറ്റീവ് സൈൻ. അതാ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2pv. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. During an isothermal expansion, a confined ideal gas does 150 joule of work against its surroundings. This implies that delta Q equal to delta U plus delta W ആണ്. അതിൽ ഐസോതേർമൽ പ്രോസസ് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റേർണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഡെൽറ്റ യു 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 150 ജൂൾ തന്നിട്ടുണ്ട്. ഡെൽറ്റ യു 0 ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു കിട്ടും. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 150 ജൂൾ എന്ന് കിട്ടും. അത് പ്ലസ് 150 എന്ന് പറഞ്ഞാൽ അത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. 150 ജൂൾ ഓഫ് ഹീറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ദ ഗ്യാസ് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് സീ നെക്സ്റ്റ് എന്താ നോക്കാം. എ മാസ് ഓഫ് ഡയറ്റോമിക് ഗ്യാസ് at a pressure of 2 atmospheres is compressed adiabatically so that its temperature rises from 27 to 927. 27 പറഞ്ഞാൽ 300 കെൽവിനാ, 927 പറഞ്ഞാൽ 1200 കെൽവിനാ. അപ്പോൾ 4 times ആയി എന്ന് പറയാം. 300 to 1200 ആയിക്കോട്ടെ. അതിൽ ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഫൈനലി. ഓക്കെ, അതിൽ ഗാമ 1.4 പറഞ്ഞാൽ 7/5 ആണ്. ഗാമ -1 പറഞ്ഞു കഴിഞ്ഞാൽ 2/5 ആണ്. അപ്പോൾ ഗാമ ഡിവൈഡഡ് ബൈ ഗാമ -1 പറഞ്ഞാൽ 7/2 ആ. അതവിടെ ഇരിക്കട്ടെ. അതിൽ ടി റേസ് ടു ഗാമ പ്രപ്പോർഷണൽ ടു പി റേസ് ടു ഗാമ -1 ഓർ നമുക്ക് എന്ത് പറയാം? പി പ്രപ്പോർഷണൽ ടു ടി റേസ് ടു ഗാമ ബൈ ഗാമ -1. അപ്പോൾ പി ഡാഷ് ബൈ പി ഈക്വൽ ടു ടി ഡാഷ് ബൈ ടി ഹോൾ റേസ് ടു ഗാമ ബൈ ഗാമ -1. ഓക്കെ, ഗാമ, ദിസ് ഈസ് ഗാമ ഡിവൈഡഡ് ബൈ ഗാമ -1, റൈറ്റ്? ഓക്കെ, ആൻഡ് ഗാമ ബൈ ഗാമ -1 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 7/2 ആണ്. 7/2. അതിൽ ടി ഡാഷ് ബൈ ടി പറഞ്ഞാൽ 1200/300. അത് എത്രയാ? 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 2 raised to 7 എന്ന് വരും. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആ. 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആ. 2 raised to 7 പറഞ്ഞാൽ 64ൻ്റെ ഡബിൾ 128 ആണ്. അപ്പോൾ പി ഡാഷ് ഈക്വൽ ടു 128p വരും. അതിൽ പി എന്ന് പറഞ്ഞാൽ 2 atmospheres അപ്പോൾ 256 atmospheres വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ, റൈറ്റ്? An ideal gas at 27 degrees Celsius is compressed adiabatically to 8/27 of its original volume. The rise in temperature is. അതിൽ ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ടി വി റേസ് ടു ഗാമ -1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ടി പ്രപ്പോർഷണൽ ടു 1/v റേസ് ടു ഗാമ -1 ആ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പോൾ നമുക്ക് ടി ഡാഷ് ബൈ ടി പറഞ്ഞാൽ v/v ഡാഷ് റേസ് ടു ഗാമ -1 ആ. ഓക്കെ, ഇവിടെ നോക്കൂ, വി ഡാഷ് ഈക്വൽ ടു 8/27 വി ആ. അത് തന്നിട്ടുണ്ട്. അപ്പോൾ v/v ഡാഷ് പറഞ്ഞാൽ 27/8 എന്ന് വരും. 27/8 പറഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതെന്താ? 3/2 ഹോൾ ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ 27/8 പറഞ്ഞാൽ 3/2 ഹോൾ ക്യൂബ് റേസ് ടു 2/3. ഓക്കെ, അപ്പോൾ എന്താ വരിക? ഈ 3യും 3യും കട്ടാവും. 3/2 ഹോൾ സ്ക്വയർ 9/4 വരും. അപ്പോൾ ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു 9/4. ടി ഡാഷ് എന്താ? 9/4t. ഒറിജിനൽ ടെമ്പറേച്ചർ 300 കെൽവിനാ. അപ്പോൾ ഇത് എത്രയാ? 9 × 300/4 പറഞ്ഞാൽ 675 കെൽവിൻ വരും. ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ നമ്മൾ 273 സബ്ട്രാക്ട് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ 273 സബ്ട്രാക്ട് ചെയ്യരുത്. 300 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? അപ്പോൾ 375 വരും. ഓക്കെ, 375 ആയിട്ട് 27 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര വരും? ദാറ്റ് വിൽ ബി 402 ഡിഗ്രി സെൽഷ്യസ് വരും. ഓക്കെ, 402 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് ഒരു തരക്കേടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഗാമ,
the change in internal energy of a mass of gas when the volume changes from V to 2V at constant pressure. അതിൽ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ നമ്മൾ കൊടുത്ത ഹീറ്റിൽ എത്ര പാർട്ടാണ് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചത് അത് നമുക്ക് കിട്ടും 1 ഗാമ എന്നാ. ഇനി സി 1/3 ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചെങ്കിൽ 2/3 വർക്കിനാ. ഓക്കെ, അതെങ്ങനെ കിട്ടി? 1 - 1/3 എന്നാ. അതേപോലെ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് ആഡഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ വർക്ക് അതെന്താ വരിക? അത് നമുക്ക് എന്താ 1 - 1 ഗാമ അതെത്ര വരും? ഗാമ - 1 ഗാമ വരും. അതിൽ ആ 1 ഗാമ ഉണ്ടല്ലോ, ഗാമ - 1 ഗാമ, അതിൽ ആ 1 ഗാമയ്ക്ക് പകരം നമുക്ക് ഇത് കൊടുക്കാം ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ. ഓക്കെ, അപ്പൊ അവിടുന്ന് ഡെൽറ്റ യു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഡെൽറ്റ ഡബ്ല്യു ബൈ ഗാമ -1 ആ. ഡെൽറ്റ ഡബ്ല്യു പറഞ്ഞ വർക്കാ. ഇവിടെ വർക്ക് എന്താ? വർക്ക് വിന്ന് 2Vയിലേക്ക് കോൺസ്റ്റന്റ് പ്രഷറിൽ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ വർക്ക് ഡൺ പറഞ്ഞാൽ പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ പി വി ഡിവൈഡ് ബൈ ഗാമ -1 വരും. ഓക്കെ, പി വി ഡിവൈഡ് ബൈ ഗാമ -1. ഓക്കെ, റൈറ്റ്. എ thermodynamic process is shown in figure. The pressure and volume corresponding to some points in the figure are. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അതിൽ ഇൻ പ്രോസസ് എ ബി ഏതാ പ്രോസസ്സ്? എ ബി പറഞ്ഞതാ ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. അവിടെ വർക്ക് ഡൺ ഇല്ല. Okay, 600 joule of heat is added to a system and in process BC 200 joule of heat is added to a system. അതായത് ഇവിടെ 600 ആഡ് ചെയ്തു, ഇവിടെ 200 ആഡ് ചെയ്തു. അപ്പോൾ എന്ന് സിയിലെത്തിയുമ്പോഴേക്കും ടോട്ടൽ 800 ആഡ് ചെയ്തു. അതിൽ ഇവിടെ വർക്ക് ഇല്ല, ഇവിടെ മാത്രമേ വർക്ക് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൽ WAB0 അത് ഓക്കെ. WBC പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ദേ ഈ ഏരിയ വരും, ഈ ഏരിയ. ഓക്കെ, ആയിക്കോട്ടെ, റൈറ്റ്. അത് നമുക്ക് എന്താ പറയാം? പി ബി അറിയണം, പി ബി. പിന്നെ വി എ അറിയണം, വി ഡി അറിയണം. വി എ വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 5 - 2 3 × 10⁻³ വരും. പിന്നെ എന്താ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 8. അപ്പോൾ 8 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 24 × 10. ഓക്കെ, അപ്പോൾ 240 വരും. 240, റൈറ്റ്, 240. ഓക്കെ, അപ്പോൾ എ മുതൽ സി വരെ ഉള്ള വർക്ക് ഡൺ 240 ആണ്. അബ്സോർബ് ചെയ്ത ഹീറ്റ് എത്രയാ? 600 + 200 പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 800 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 800 - 240 ദാറ്റ് വിൽ ബി 560. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 560 ആണ്. പക്ഷേ ഈ എയും സിയും തമ്മിലുള്ള ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി 560 ആണെങ്കിൽ നോക്കൂ, ഇത് ഇങ്ങനെ വന്നാലും ഓക്കെ, ഇനി എന്താ ഇത് ഇങ്ങനെ വന്നാലും ഓക്കെ, ഇനി എന്താ ഇത് ഇങ്ങനെ വന്നാലും ഒക്കെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അത് തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ആണല്ലോ. ചോദ്യം എന്താ നോക്കാം? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻ ദ പ്രോസസ് എ സി. ഓക്കെ, അതെന്താ? ദേ ഇങ്ങനെ പോയാലുള്ളത് നമുക്ക് എത്ര കിട്ടിയത്? 560 എന്ന് കിട്ടി. ഓക്കെ, അത് തന്നെയാവും ഇങ്ങനെ പോയാലും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അത് തന്നെ 560, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 560 ജൂൾ, റൈറ്റ്.